ഹായ് എവരിവൺ. ഞാൻ സലിയ മാഡത്തിൻ്റെ പേഴ്സണൽ മെൻറ്ററിങ്ങിൽ വന്നിട്ട് ഒരു മാസം കഴിഞ്ഞു. വളരെ നല്ല അനുഭവമാണ് ഈ ഒരു മാസം കൊണ്ട് തന്നെ എനിക്കും എൻ്റെ കുടുംബത്തിനും കാണാൻ കഴിഞ്ഞത്. അൽഹംദുലില്ലാ. ഏകദേശം ഒരു 4 വർഷത്തോളമായി ഞാൻ വളരെയധികം മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ തളർന്നതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബവും എൻ്റെ മക്കളും ഹസ്ബൻഡും എല്ലാവരും എൻ്റെ പേരിൽ വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നമ്മൾ തളരുമ്പോൾ മറ്റുള്ളവർ നമ്മെ താങ്ങേണ്ടതിന് പകരം അവർ നമ്മെ തളർത്തുകയാണ് ഉണ്ടായത്. എൻ്റെ കുടുംബമാവട്ടെ ഹസ്ബൻഡിൻ്റെ കുടുംബമാവട്ടെ എല്ലാവരും. കാരണം അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല, എങ്ങനെയാണ് ഇവരോട് പെരുമാറേണ്ടത് എന്ന്. അതിനിടയിലാണ് സമീയ മാമിൻ്റെ യൂട്യൂബ് വീഡിയോസ് ഞാൻ കാണാനിടയായത്. അത് 2-3 പ്രാവശ്യം കേൾക്കുകയും മാമിൻ്റെ നമ്പർ സെലക്ട് ചെയ്ത് മാമിനെ വിളിച്ച് എൻ്റെ അവസ്ഥകൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ മാം കാര്യങ്ങളൊക്കെ ശരിയാവും എന്ന് ധൈര്യം തരികയും എന്നിട്ടും ഞാനൊരു 6 മാസം വെയിറ്റ് ചെയ്തു. അതിനിടയിൽ ഞാൻ മാമിൻ്റെ കുറേ വീഡിയോസ് കാണാൻ ശ്രമിച്ചു. അതിൻ്റെ മുമ്പുള്ള എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതുപോലെ യൂട്യൂബ് വീഡിയോസുകൾ കാണും, അതുപോലെ സൈക്കാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ് ഇവരൊക്കെ ഇടയ്ക്ക് സന്ദർശിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റുകളും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് കാര്യമായൊരു മാറ്റമൊന്നും എന്നിൽ കാണാൻ സാധിച്ചിരുന്നില്ല. ഞാൻ തളർന്നത് കൊണ്ട് തന്നെ എൻ്റെ കുടുംബവും ഹസ്ബൻഡും, കുടുംബം എന്നുദ്ദേശിച്ചത് എൻ്റെ മക്കൾ തളർന്നു. അതുപോലെ എനിക്ക് തോന്നി എന്നെ താങ്ങാൻ ആരുമില്ല. അങ്ങനെയുള്ള കുറേ ഊഹങ്ങൾ. ഹസ്ബൻഡ് എന്നെ പരിഗണിക്കുന്നില്ല. അതുപോലെ എൻ്റെ മാതാപിതാക്കൾ, അനിയത്തിമാർ ഇവരൊന്നും എനിക്ക് ഒരു നല്ല കെയർ തരുന്നില്ല. ഇങ്ങനെ എല്ലാവരോടും ഞാൻ അത് കാരണം ഓരോ പ്രശ്നങ്ങളായിട്ട് ഞാൻ അറിയാതെ തന്നെ ഞാൻ അവരോട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊരവസ്ഥയായിരുന്നു. ഹസ്ബൻഡിനോടാവട്ടെ മക്കളോടാവട്ടെ ഞാൻ കാരണം അവർ തന്നെ ആകെ ബുദ്ധിമുട്ടിയിരുന്നു. ഇതിനിടയിലാണ് ഞാൻ ഇത് തീരുമാനിച്ചു, ഇവരിങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഹസ്ബൻഡ് അങ്ങനെയാണ്, മക്കൾ അങ്ങനെയാണ്, അനിയത്തിമാർ അങ്ങനെയാണ്, അല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നൊരു സ്വഭാവമായിരുന്നു ഞാൻ. അത് പറഞ്ഞ് മറ്റുള്ളവരോടൊക്കെ ഇങ്ങനെ സങ്കടം പറയും. പക്ഷേ അതിലൊന്നും എനിക്ക് യഥാർത്ഥ തൃപ്തി കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുപോലെ കുറേ മതപരമായിട്ടുള്ള വീഡിയോസുകൾ കേൾക്കും, ഖുർആൻ പഠിക്കും. എന്ത് ചെയ്താലും എനിക്കൊരു ശാശ്വതമായിട്ടുള്ള ഒരു ധൈര്യം, മെൻ്റലി ഒരു ധൈര്യം, ഒരു കോൺഫിഡൻസ് ഒന്നും എനിക്ക് കിട്ടിയിരുന്നില്ല. പക്ഷേ ഞാൻ അവസാനം തീരുമാനിച്ചു, ഇവരെ ഒന്ന് നന്നാക്കിയിട്ട് എൻ്റെ അസുഖം മാറുകയോ എൻ്റെ അവസ്ഥകൾ മെച്ചപ്പെടുകയോ ചെയ്യാൻ സാധ്യതയില്ല. അങ്ങനെ ഞാൻ മാറട്ടെ എന്നൊറ്റ തീരുമാനം കൊണ്ട് ഞാൻ മാമിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ ഹസ്ബൻഡിനോട് പറഞ്ഞ് മനസ്സിലാക്കി അതിനുള്ള എല്ലാ അവസരങ്ങളും റെഡിയാക്കി അതിൽ പങ്കെടുത്ത്. അങ്ങനെ 1-2 ക്ലാസ്സുകൾ തന്നെ എനിക്കിതിലൊരു ധൈര്യം, ഒരു പ്രതീക്ഷ കിട്ടി. ഇതുകൊണ്ട് ഞാൻ ശരിയാവുന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് കിട്ടുകയും ഞാൻ തരുന്ന ടാസ്കുകളും കാര്യങ്ങളും അതേപടി അനുസരിക്കുകയും ചെയ്തു. എന്താണെന്നറിയില്ല, വല്ലാത്തൊരു ധൈര്യമായിരുന്നു. കാരണം എങ്ങനെ നമ്മൾ മനസ്സിനെ പറ്റി ചിന്തിച്ചാലും അതിനുള്ള കാര്യങ്ങൾ ചെയ്താലും സ്വയം തന്നെ നമുക്കൊരു ഇവാലുവേഷന് കഴിയും. അതാണ് മാം തരുന്ന ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത. മറ്റുള്ള കൗൺസിലിംഗ് ക്ലാസ്സുകളിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ള മറ്റുള്ള ട്രീറ്റ്മെൻറ്റിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത്, മാം മനസ്സിനെ നമ്മളെ കയ്യിൽ തരാണ്. ഇതാണ് നിൻ്റെ മനസ്സ്, ഇതാണ് നിൻ്റെ മനസ്സിൻ്റെ വീക്ക്നെസ്, ഇന്നിന്ന കാര്യങ്ങളൊക്കെ ഇന്നിന്ന മാലിന്യങ്ങളൊക്കെ ഇതിലുണ്ട്, ഇതൊക്കെ നീക്കിക്കളഞ്ഞാൽ നിനക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള ഒരു ടാസ്കും ഒരു പോംവഴിയും എല്ലാമാണ് ഞാൻ നമ്മുടെ കയ്യിൽ തരിക. അത് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ അതേപടി ഞാൻ പറഞ്ഞതിലേറെ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യാം. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്നതനുസരിച്ചുള്ള റിസൾട്ടുകൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ തന്നെ എന്ത് ചെയ്തു, എൻ്റെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിച്ചു. അത് മുഖേന എൻ്റെ മക്കളും ഇത് കേട്ടിട്ട് ഞാൻ ചെയ്യണ പോലെ ചെയ്ത് തുടങ്ങി. അങ്ങനെ മക്കൾക്കും നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റായി. അവരെന്നെ പറയും, ഇതുവരെയും കണ്ട ഉമ്മയല്ല, നല്ല മാറ്റമുണ്ട്, നമ്മുടെ ഫാമിലി ലൈഫൊക്കെ നല്ല അടിപൊളിയാവുന്നുണ്ട്. കാരണം മക്കളോട് ദേഷ്യപ്പെടുക, നിരാശയിലിരിക്കുക, അതുപോലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്യും. ആരെങ്കിലും പറഞ്ഞാൽ അത് അവരോട് ഷെയർ ചെയ്യുക. അപ്പോൾ അവർക്കും നെഗറ്റീവാണല്ലോ കിട്ടുന്നത്. അങ്ങനെ കിട്ടി അവർക്കും ഇതിൻ്റെതായ പ്രയാസങ്ങളുണ്ടാവും. അതുപോലെ അതുപോലെ തന്നെ ഹസ്ബൻഡ് നല്ല മാറ്റം ഉണ്ടായിട്ടുള്ളത്. ഒരു അത്ഭുതത്തിലാണ് ഹസ്ബൻഡ് അമ്മ നോക്കുന്നത്. എന്ത് പറ്റി, എങ്ങനെ മാറി എന്നുള്ള രീതിയിലാണ്. സന്തോഷം കൊണ്ട് തന്നെയാണ് അൽഹംദുലില്ലാ. ആ രീതിയിൽ നല്ലൊരു മാറ്റം ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പിണങ്ങി നിൽക്കുന്ന കുടുംബാംഗങ്ങളൊക്കെ നമ്മളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് നമ്മളൊന്നും ചെയ്യണ്ട, നമ്മൾ മാം പറഞ്ഞ ഈ കാര്യങ്ങൾ ടാസ്കുകളൊക്കെ ചെയ്താൽ മാത്രം മതി. ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കലി നമുക്ക് വന്നു ചേരുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ, അതുപോലെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ടെൻഷന്, ഇതൊക്കെ എനിക്കുണ്ടായിരുന്നു മെയിൻ പ്രശ്നം. അതുപോലെ നമ്മുടെ പാസ്റ്റ് ഓർത്തിട്ട് കഴിഞ്ഞതിങ്ങനെ അങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ വന്നില്ലേ, ഈ രീതിയിലുള്ള ചിന്തകൾ. ഇപ്പോൾ പാസ്റ്റ് എന്ത് പാസ്റ്റ് അങ്ങനെ ഒരു നിസ്സാരമാക്കിയിട്ട് അപ്പോൾ കളയണത്. അതുപോലെ ഫ്യൂച്ചർ അത് റബ്ബിൻ്റെ അടുത്തല്ലേ, നമ്മുടെ ദൈവത്തിൻ്റെ അടുത്തല്ലേ, അത് വരുന്നോട്ട് വെച്ച് കാണാം. അതുപോലെ നമ്മൾ ചിന്തിച്ചതുകൊണ്ട് ഫ്യൂച്ചർ മാറാതൊക്കെ ഒന്നും ചെയ്യണില്ലല്ലോ. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്യുക, ബാക്കിയൊക്കെ നമ്മൾ റബ്ബിനെ ഏൽപ്പിക്കുക എന്നുള്ളൊരു ധൈര്യം ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. അതുപോലെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ മാത്രമല്ല ഇവിടെ ഉള്ളത്, നമ്മുടെ കൂടെ രാജാതിരാജനായ ദൈവം റബ്ബ് ഉണ്ട് എന്നുള്ളൊരു ധൈര്യം. ആദ്യം അങ്ങനെ അതൊക്കെ അറിയാവുമെങ്കിലും, അതൊക്കെ എനിക്കറിയാം, ദൈവമുണ്ട്, റബ്ബുണ്ട്, എല്ലാം അറിയാമെങ്കിലും അതുപോലെ നമസ്കാരം അതൊക്കെ കൃത്യതയോടെ ചെയ്യുന്ന ആളാണ്. പക്ഷേ മനസ്സിലൊരു ധൈര്യം വരില്ല.
ഒക്കെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. ഖുർആൻ ഓതുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്. പക്ഷേ മനസ്സ് തട്ടിയിട്ട് എങ്ങനെ ദൈവത്തിനെ വിളിക്കാം എന്നാണ് മാം എനിക്ക് കാണിച്ചു തന്നെ മറ്റൊരു ടൂള്. അതൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ തീരുവില്ല. ഒരു മാസം കൊണ്ടാണ് എനിക്ക് അങ്ങനെ നിരവധി ആകെ ചേഞ്ചായി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വേറെ ലോകത്താണ് ജീവിക്കുന്നത്. അതായത് ഒരു മാസം മുമ്പുള്ള ഞാനല്ല ഇപ്പോൾ ഉള്ളത്. നമ്മൾ മാറിയത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചുറ്റുപാടുകൾ മാറണം. അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അത് മാമിനോട് ചോദിക്കുക അതെങ്ങനെ പറ്റി, അതെങ്ങനെ പറ്റി. ഞാൻ അവരൊന്നും ചെയ്തിട്ടില്ല, അവർക്കൊരു ക്ലാസ് കൊടുത്തിട്ടില്ല, ഒരു ഉപദേശം കൊടുത്തിട്ടില്ല. ഞാൻ പ്രത്യേകിച്ച് എൻ്റെ സ്വഭാവത്തിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. പക്ഷേ ഇങ്ങനത് മാറ്റം വന്നു എന്ന് എനിക്ക് അത്ഭുതമുണ്ടെന്ന് പല പ്രാവശ്യം ഞാൻ മാമിനോട് ഷെയർ ചെയ്തിരുന്നു. അതിനനുസരിച്ച് മാം അതിൻ്റെതായ മറുപടി എനിക്ക് തന്നിട്ടുണ്ട്. എന്നാലും എനിക്കതെങ്ങനെ മാറി എന്നുള്ള ചോദ്യം ഇപ്പോഴും വരും. പക്ഷേ ഞാൻ മാം തന്ന ടൂളുകൾ പരമാവധി ശ്രദ്ധയോടും ചിട്ടയോടും ചെയ്തു, ആത്മാർത്ഥമായിട്ട്. അതാണ് അതിൻ്റെ മെയിൻ നമ്മൾ കൊടുക്കേണ്ടത്. നല്ല നെയ്യത്ത് വെച്ചിട്ട് നമ്മൾ ചെയ്തു. പിന്നെ അതിൻ്റെ റിസൾട്ട് അപ്പോൾ തന്നെ എനിക്ക് അള്ളാഹു കാണിച്ചു തന്നു എന്നുള്ളതാണ്. ഇതൊരു മിറാക്കിൾ എന്ന് പറയാൻ എന്താ ചോദിച്ചാൽ നമ്മളെ മനസ്സിനെ ക്ലിയർ ആക്കും തോറും മനസ്സിനെ കഴുകി കളയാണ് ഓരോ ടാസ്കിലൂടെയും ചെയ്യുന്നത്. അപ്പം മനസ്സിനെ കഴുകും തോറും റബ്ബുൽ ആലമീനായ റബ്ബ്, റഹ്മാനായ റബ്ബ് നമ്മളെ കാക്കുകയാണ്. നമുക്കതിൻ്റെ പ്രതിഫലം ഇഹലോകത്ത് തന്നെ കാണിച്ചു തരിക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അത്ഭുതം. അതിനൊരു ഒരു മരുന്ന് കുടിക്കണ്ട. മരുന്നൊക്കെ ഞാൻ ഉപയോഗിച്ചിരുന്നു. അതൊക്കെ ഞാൻ ഒരു 15 ദിവസം കൊണ്ട് തന്നെ ഞാൻ നിർത്തി. ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നിർത്തി. അങ്ങനെ മക്കളിലും ഹസ്ബൻഡിലും മറ്റുള്ള കുടുംബാംഗങ്ങളിൽ പാനിയത്തിമാർ, പാപ്പ, ഉമ്മ, അങ്ങനെയുള്ള 2 കുടുംബത്തിലും, എൻ്റെ ഹസ്ബൻഡിൻ്റെ കുടുംബമാണെങ്കിലും എൻ്റെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ നമ്മുടെ അടുത്തേക്ക് തന്നെ അന്വേഷിച്ച് വരിക. അങ്ങനെ കുറേ കാലങ്ങൾ 2 വർഷത്തോളം ഉണ്ടാത്തവരൊക്കെ നമ്മൾ ഇങ്ങോട്ട് കോൾ ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് വഴി നമ്മൾ അന്വേഷിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിയിൽ 1 മാസത്തിനുള്ളിലാണ് അതൊക്കെ നടന്നത്. നമുക്ക് തോന്നും ഇത് നമ്മൾ അതിശയോക്തി കലർത്തി പറയുക എന്നുള്ളത്. ഒരിക്കലും അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യം നമുക്കില്ല. അതിശയോക്തി കലർത്തേണ്ട ആവശ്യം ഇതിലില്ല. കാരണം അത്ഭുതമാണ്. അൽഹംദുലില്ലാഹ്. ഓരോ നിമിഷവും അതിന് നമ്മൾ റബ്ബിനെ സ്തുതിക്കണം, റബ്ബിനോട് അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ചോദിക്കണേ, പറയണേ. അങ്ങനെ അപ്പോൾ അതുവഴി നമുക്ക് മുന്നോട്ട് എങ്ങനെ പോകാമെന്നുള്ള ആ ടെൻഷൻ മാറി. ഇനി നാളെ നമുക്ക് എന്തില്ലെങ്കിലും നമുക്കിവിടെ ജീവിക്കാം, അതുപോലെ പരലോകം ഉണ്ട് എന്നുള്ള ചിന്ത. റബ്ബിൻ്റെ കൂടെ ഉണ്ട്. റബ്ബിനെ നമുക്ക് നമ്മളൊറ്റക്കല്ല, രണ്ടാമതൊരാളായിട്ട് റബ്ബുണ്ട്, റബ്ബിൻ്റെ കാവലുണ്ടാവും എന്നുള്ള ഭയങ്കര കോൺഫിഡൻസാണ് നമുക്ക് കിട്ടിയത്. അതുവഴി ഇനി നമ്മൾ മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പിനും ധൈര്യമായി. ഓരോ പ്രവർത്തികൾ ചെയ്യാൻ നാളെ അത് ചെയ്താൽ എന്താവും, മറ്റുള്ളവരെന്ത് പറയും, ഇങ്ങനെ കുറേ കാര്യങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അതുപോലെ ഊഹിച്ച് സംസാരിക്കുക. എന്തെങ്കിലും ഒരാൾ പറഞ്ഞാൽ അതിൻ്റെതായിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ നെഗറ്റീവായിട്ടാണ് പറയുക, പോസിറ്റീവ് എടുക്കുകയല്ലേ. അതൊക്കെ മാറി. അതുപോലെ കുറേ കാഴ്ചകൾ ഞാൻ കാണൽ മാറ്റിയിട്ടുണ്ട്. അത് TV, മൊബൈൽ, ഇതിലൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന എൻ്റെ ഒരു ഹോബി എന്ന് പറയുവാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സങ്കടങ്ങളുള്ള കാര്യങ്ങൾ കാണാം. ഇപ്പോൾ ഒരാൾ തട്ടിക്കൊണ്ടുപോയി, ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അതിനെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച് കൊന്നു, ഇങ്ങനെയുള്ളതുണ്ടല്ലോ. ആ കേസിൻ്റെ കൂടെ ചിലപ്പോൾ ഞാൻ പോലീസ് പോകണമെങ്കിൽ നാട്ടിന് മുമ്പിൽ പോകും. അത്രയും ഞാൻ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ സെർച്ച് ചെയ്ത് കാണും. എന്നിട്ട് എന്തിനാ ചെയ്യണത്, അത് സങ്കടപ്പെട്ടിരിക്കാൻ. എന്നിട്ട് മറ്റുള്ളവരെ കണ്ടാലും പറയും ഇങ്ങനെ യൂട്യൂബിൽ വന്ന്, ഇങ്ങനെ വാട്സപ്പിൽ വന്ന്, ഈ കാര്യങ്ങൾ മാത്രം ഞാൻ കൂടുതലും കാണും. നമുക്കതിലെന്തോ ഒരു തൃപ്തിയാണെന്ന് അറിയില്ല, അതിൽ ബാക്കി അറിയാനുള്ള ഒരു ആകാംക്ഷയാണ്. അങ്ങനെ എന്ത് FIR വരുമ്പോഴും ഒരു വണ്ടി അപകടം പറ്റിയാൽ അതിൽ മരിച്ച ആൾക്കാരെണ്ണം, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും എൻ്റെ അടുത്തുണ്ടാവും. പക്ഷേ ഇതിന് ശേഷം ഞാൻ 2-3 ദിവസം കൊണ്ട് ഞാൻ അതിന് മാറി. എനിക്ക് കാണാൻ ഇഷ്ടമല്ലാതായി, നെഗറ്റീവ് കാണുന്നത് ഇഷ്ടമല്ലാതായി. അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങൾ സ്വയം നമുക്ക് തന്നെയാണ് തോന്നി. പിന്നെ സഹജീവികളോട് കരുണ കാണിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു വിഷയക്കാരനെ കണ്ടാൽ അതിനെ സഹായിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി, അങ്ങനെയൊക്കെയുള്ള കുറേ നല്ല നല്ല കാര്യങ്ങൾ മനസ്സിന് സ്വയം വന്നു. ഇപ്പോൾ ഒരു കാര്യം ഉണ്ടെങ്കിൽ തീരുമാനിക്കാൻ അതിൽ കൺഫ്യൂഷനില്ല. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ നമുക്ക് പോകണോ പോകണ്ടോ, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യം വരുമ്പോഴാണ് തന്നെ അതിനൊരു കുറച്ച് തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ് വന്നു. ബാക്കി തവക്കൽത്തോലല്ല, ബാക്കി ദൈവത്തിൽ അങ്ങനെ ധൈര്യം വന്നു. ആദ്യം അതിലൊക്കെ കൺഫ്യൂഷൻ ആവും. എന്നിട്ട് ഇങ്ങനെ അപ്രാളപ്പെട്ടിട്ട് നിൽക്കും. അതുപോലെ മറവിൻ്റെ അസുഖം ഉണ്ടായിരുന്നു, അതിപ്പോൾ കുറഞ്ഞ് കിട്ടുന്നുണ്ട്. ഒരു സാധനം എവിടെയെങ്കിലും വെച്ചാൽ ഇപ്പോൾ കുട്ടിയോട് ഞാൻ തന്നെ പറയും ഇന്ന സ്ഥലത്തുണ്ടാവും. ആദ്യം പറയാൻ കഴിയില്ല, ആകെ തരും അലമാരകളും എല്ലാം തിരഞ്ഞ് പിന്നെ നല്ല സ്ഥലത്ത് വെച്ചിട്ടുണ്ടാവും, പക്ഷെ സ്ഥലം ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അതിനൊരു മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായി ഞാൻ കുറേ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട കുട്ടികൾക്ക്. അങ്ങനെ ഉള്ള മാറ്റങ്ങൾ. പിന്നെ ഹെൽത്തി ആയിട്ടും പിന്നെ നമ്മളെന്താ പറയുക, ഒരു ശാരീരികമായിട്ടൊരു ഉണർവ് കിട്ടിയ പോലെ. ആദ്യം ഡള്ളായിട്ടിരിക്കുക, ഒരു ചിരിങ്കളി ഉണ്ടാവില്ല. അങ്ങനെ എന്താണ് പറഞ്ഞു തരാൻ ശരിക്കും കഴിയൂല. അങ്ങനെ ഒരു മൂടി ആയിട്ട് ഇരിക്കുക, അങ്ങനെ പ്രകൃതം ഉണ്ടായിരുന്നു. ഉള്ള സമയം ഉറങ്ങുക. ഇപ്പോൾ നമുക്കൊരു കൃത്യത വരാൻ തുടങ്ങി. ഇപ്പോൾ പകലവർക്കും കുറഞ്ഞ് ഇല്ലയെന്ന് തന്നെ പറയാം, പകലവർക്കില്ല. അങ്ങനെയുള്ളൊരു ധൈര്യം വരുന്നുണ്ട്. പിന്നെ എങ്ങനെ പോയാലും എനിക്ക് പിന്നെ ഈ ഒരു സെഷനിൽ പങ്കെടുത്തതിന് ശേഷം എനിക്കെൻ്റെ കുടുംബത്തിനും, എനിക്ക് മാത്രമല്ല എൻ്റെ മക്കൾക്കും ഹസ്ബൻഡിനും വളരെ ഹാപ്പിനെസ് തന്നെ തന്നിട്ടുള്ളൂ. അതെനിക്ക് ഇപ്പോഴും അത്ഭുതം മാറിയിട്ടില്ല കേട്ടോ. ഇപ്പോഴും അതിൻ്റെ ഒരു അത്ഭുതം എന്താണെന്നുള്ളത് മനസ്സിലാവണില്ല. പിന്നെ അതുപോലെ ഇപ്പോൾ ഈദ് വന്നപ്പോൾ നമ്മൾ പെരുന്നാളിന് നല്ല ഒരു സമാധാനത്തിൻ്റെ ഒരു ജീവിതം നയിച്ചത്. ഒരു 5 വർഷമായി നമ്മളതിനൊരു സന്തോഷം കണ്ടെത്തുന്നില്ല. സന്തോഷം റിയലി ഞങ്ങൾക്കൊരു സന്തോഷം കണ്ട് എല്ലാവരും ചിരിക്കുമ്പോൾ നമ്മൾ ചിരിക്കുന്നല്ലാതെ നമ്മളൊരു യഥാർത്ഥ ഈമാനോട് കൂടിയിട്ടുള്ളൊരു പെരുന്നാളാണ് അൽഹംദുലില്ലാഹ് പ്രാവശ്യം ഞങ്ങൾ ആഘോഷിച്ചത്. ഇപ്പോൾ പറയുന്ന സന്ദർഭത്തിൽ തന്നെ ഞാൻ അതിനൊരു എങ്ങനെയെന്ന് പറയാം, നല്ലൊരു
നെടുവീർപ്പൊരു ആശ്വാസത്തോടെ, നെടുവീർപ്പല്ല ആശ്വാസത്തോടെയാണ് ഈ കാര്യങ്ങൾ പറയാൻ കഴിയുന്നത്. ഇനി കൂടുതൽ പറഞ്ഞാൽ തോന്നുന്നത് നമ്മളിങ്ങനെ ഒരു ക്യൂരിയോസിറ്റിക്ക് പറയാനുള്ളത് ഒരിക്കലുമല്ല, അതൊക്കെ പറയാനുള്ളത്. അപ്പോൾ എന്ത് വന്നാലും ഇത് മാം തരുന്ന എന്ത് ടാസ്കും അള്ളാഹുലേക്കാണ് എത്തിക്കുന്നത്. അതൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മൾ വേറൊന്നും ചിന്തിക്കണ്ട. വേറെ ഇപ്പോൾ ഒരു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ ഒരു ദിക്കാണ് വരുന്നത്. അതുപോലെ ദിക്കറുകൾ, ദുആകൾ ഇതൊക്കെ നമുക്ക് ആ ചിട്ടയോടെ ചെയ്യാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇതിനൊരു നഷ്ടം ഉണ്ടാവില്ല, ഇഹലോകത്തും ഉണ്ടാവില്ല, പരലോകത്തും ഉണ്ടാവില്ല. ആ രീതിയിലാണ് ഞാൻ ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ കുടുംബം ഈ ഒരു ചിപ്പിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ എൻ്റെ മക്കളും തന്നെ ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് അവർക്കും നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. പഠിക്കാൻ, അതുപോലെ എക്സാം എഴുതാനുള്ള കുറേ കാര്യങ്ങൾ, കുറേ ടിപ്പുകൾ അവർക്ക് ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അത് മുഖേന അവർ എക്സാം എഴുതി നല്ല മാർക്കോടുകൂടി എൻ്റെ മക്കൾ പാസ്സായിട്ടുണ്ട്. അതും ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് കിട്ടിയത്. കാരണം ചിട്ട വരികയാണ് ജീവിതത്തിൽ. നമ്മളാരാണ്, നമ്മളെ ക്രിയേറ്റർ ആരാണ്, എന്താണ് നമ്മളും അവരും തമ്മിലുള്ള ബന്ധം, നമ്മളെ മനസ്സിൻ്റെ അവസ്ഥ. അത് മനസ്സിനെ കയ്യിൽ തരിക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഹൃദയത്തിനെ കയ്യിൽ തന്നെ എത്രത്തോളം നമ്മൾ കഴുകി വെളുപ്പിച്ച് അവിടെ വെക്കും. അതാണ് ഇവിടെ ചെയ്യുന്നത്. അത് നമ്മളതിന് നമുക്ക് ഹൃദയത്തിന് എങ്ങനെ ക്ലീനാക്കിക്കൊണ്ടിരിക്കുക. അതിലൊരു മ്ലേച്ഛത ഉണ്ടാവാത്ത രീതിയിൽ ശുദ്ധിയാക്കി വെച്ചാൽ അവിടെ ദൈവം വരും എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ തന്നെ കൂടിയിരുത്തിയാൽ പിന്നെ നമുക്ക് പേടിക്കാമല്ലോ. ആ രീതിയിൽ നമുക്ക് തോന്നും ദൈവം കുറേ അകലെയാണ്, ശക്തിയുള്ളവനാണ്, അതുകൊണ്ട് നമുക്കൊന്നും പിടിച്ചാൽ കിട്ടാത്തൊരു അകലത്തിലാണെന്നുള്ളൊരു ഇതല്ലേ. ഒരിക്കലല്ല, നമ്മളെ ഹൃദയത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു ആശയം നമുക്ക് കിട്ടും. അതുകൊണ്ട് നമുക്ക് പേടികൾ, അനാവശ്യ ഭയങ്ങൾ, ബേജാറ്, വെപ്രാളം ഇതൊന്നും ഇല്ലാതാവാണ്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ആകെത്തുക എനിക്ക് പറയാനുള്ളത്. ഇതിലേറെ പറയാൻ ഇനിയുള്ള അനുഭവങ്ങൾ എനിക്ക് ഇനി ഉണ്ടാവും. ഇപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ, അതൊന്ന് കിട്ടിയതാണിത്. ഇനി ഞാൻ മുന്നോട്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പോകും, ഞാനും കുടുംബം പോകും. അതുപോലെ തന്നെ ഇതിനെ പറ്റിയിട്ടുള്ള ഏത് അവസരങ്ങളിലും പറയാൻ ചാൻസ് കിട്ടും, ഞാൻ പറയുകയും ചെയ്യും. അതുപോലെ എൻ്റെ കൂട്ടുകാരികൾ ഇങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരോടൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് തോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തൊക്കെ വിശേഷം ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഞാനിങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് രാവിലെ തന്നെ 2-3 ആളുകൾ വിളിച്ചപ്പോൾ അവരോടൊക്കെ ഇത് പറഞ്ഞു. അല്ലെങ്കിൽ അവരൊക്കെ വിളിക്കുമ്പോൾ ഇതേപോലെ ഞാൻ ഇവിടുത്തെ അവസ്ഥകൾ, എൻ്റെ പ്രയാസങ്ങൾ അങ്ങനെ തോരാതെ പറയുന്ന ആൾ ഇപ്പോൾ തിരിച്ചാണ് പറയുന്നത്. അങ്ങനെ കുറേ മാറ്റങ്ങൾ എനിക്കുണ്ട്. പിന്നെ എന്തൊക്കെയോ എനിക്ക് കഴിവുകളുണ്ട്. അതുപോലെ ഞാൻ കുറേ വായന ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. അതൊന്നും ഇല്ലാതെ ഈ ഒരു പ്രയാസത്തിന് ശേഷം കുറേ ആക്റ്റീവായിരുന്നു കുറേ കാര്യങ്ങളിൽ. അതൊക്കെ ഞാനവിടെ മൂടി വെച്ചിരുന്നു. ഇപ്പോൾ ഞാനതൊക്കെ ഓരോന്ന് ശ്രദ്ധിച്ച് ടൈം കണ്ടെത്തി എല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിലൂടെ ഒരു ആസ്വാദനം എനിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഖുർആൻ പാരായണം, ഖുർആൻ പഠിക്കുക, ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളെ നന്മകൾ തന്നെ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മാമിനെ പഠിപ്പിച്ച ഗുരുക്കന്മാർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാവർക്കും ഇങ്ങനെ മാനസികമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അവരൊക്കെ അള്ളാഹു ഇതിലേക്ക് എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തീർന്നിട്ടില്ല. ഇനിയും ഇതിൽ കൂടുതൽ പറയാനുണ്ട്. തൽക്കാലം ഞാൻ വിരാമം ഇടുകയാണ്. അസ്സലാമു അലൈക്കും.